ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 21/6/2025 നടന്ന ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, പണം അച്ചടിച്ചിറക്കുന്നു. 2. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. ആൻസർ ഓപ്ഷൻ ബി, എ ജയതിലക്. 3. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്. ആൻസർ ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ സിന്ദൂർ. 4. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ എ, 1, 2 മാത്രം. ഏതൊക്കെയാണ്? 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ആൻസർ. 5. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ സി. 1. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുമുള്ള അവകാശം. അതിൻ്റെ ആൻസർ വരുന്നത് വകുപ്പ് 30 ഡി ആണ്. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം, അത് വരുന്നത് സി ആണ്, വകുപ്പ് 26. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, അത് വരുന്നത് വകുപ്പ് 18. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം, അത് വരുന്നത് ബി ആണ്, വകുപ്പ് 22. 6. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി, BR ഗവായി. 7. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ എ, 1 മാത്രം. ഏതാണ്? 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. 8. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, ഇൻഷുറൻസ്. 9. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി. 42ാമത് ഭേദഗതി, അതിൻ്റെ ആൻസർ ബി ആണ്, മിനി ഭരണഘടന. 61ാമത് ഭേദഗതി, ആൻസർ ഡി ആണ്, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. 74ാമത് ഭേദഗതി, നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചത്. 91ാമത് ഭേദഗതി, മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ 10. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, എ ഷാജഹാൻ. 11. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, ഗവർണർ. 12. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ലാഹോർ. 13. ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1, 2. ഏതൊക്കെയാണ്? വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി. അപ്പോൾ ഇത് രണ്ടുമാണ് 1960 പ്രകാരം
ആദായ നികുതി നിയമം. കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതികൾ. 14. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ 1, 2. ഏതൊക്കെയാണ്? ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാതെ അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക, ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വിഭവാടിത്തറ ശക്തിപ്പെടുത്തുക. അടുത്ത ക്വസ്റ്റ്യൻ 15. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി 1, 2, 3. ഏതൊക്കെയാണ്? സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. 16. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ വിക്രം മിശ്രി. 17. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി? ആൻസർ ഓപ്ഷൻ സി പ്രതിഭാ പദ്ധതി. 18. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ന്യൂഡൽഹി. 19. എന്താണ് ക്യൂണികൾച്ചർ? ആൻസർ ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. 20. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി കോശ കേന്ദ്രം കണ്ടെത്തി. 21. എന്താണ് പിനങ്ക സബ്റ്ററേനിയ? ആൻസർ ഓപ്ഷൻ എ ഒരു അപൂർവ ഇനം ഈന്തപ്പന. 22. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ? ആൻസർ ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. 23. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ബാക്ടീരിയ രോഗം അല്ലാത്തത് ആൻസർ ഓപ്ഷൻ ഡി മീസ്ലസ്. മീസ്ലസ് എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. 24. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ്? ആൻസർ ഓപ്ഷൻ എ ആർദ്രം. 25. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം? ആൻസർ ഓപ്ഷൻ ഡി കണരോഗം. 26. ഭൂഗുരുത്വ ആകർഷണ ത്വരണത്തിൻ്റെ അതായത് ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ധ്രുവപ്രദേശങ്ങളിൽ. 27. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന കർഷണ ബലമാണ്? ആൻസർ ഓപ്ഷൻ സി ശ്വാനബലം. 28. സമവർത്തുള്ള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വേഗത. 29. ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ? ആൻസർ ഓപ്ഷൻ ഡി അജയ് ബംഗ. 30. 2023 സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ ഓപ്ഷൻ സി പെരുമ്പടവം ശ്രീധരൻ. 31. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ഹെൻറി മോസ്ലി. ഏതൊക്കെയാണ്? സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും ഉണ്ട്. മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. 32. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ആൻസർ ഓപ്ഷൻ എ ബോയിൽ നിയമം. 33. നിർവീര്യ ലായകമായ ജലത്തിൻ്റെ pH മൂല്യം 7 ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റം ഉണ്ടാകുന്നു? ആൻസർ ഓപ്ഷൻ ബി 7 കുറയുന്നു.
34 2024 രസതന്ത്ര നൊബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി, ഡേവിഡ് ബേക്കർ. ഡേവിഡ് ബേക്കറിനാണ് നൊബേൽ പുരസ്കാരത്തിൻ്റെ തുകയുടെ പകുതി ലഭിച്ചത്. ബാക്കി പകുതി ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡെമിസ് ഹസബീസ്, പിന്നീട് ജോൺ ജമ്പർ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമാണ് ബാക്കി പകുതി തുക രണ്ടുപേരും കൂടെ വീതിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ നൊബേൽ പുരസ്കാരത്തിൻ്റെ പകുതി തുക ലഭിച്ചത് ഡേവിഡ് ബേക്കറിനാണ്. ബാക്കി പകുതി ഇവർ രണ്ടുപേരും കൂടെ പങ്കിട്ടെടുക്കുകയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 35. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ആൻസർ ഓപ്ഷൻ എ, IUCN. 36. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന: 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 37. 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, വിഘ്നേഷ് പുത്തൂർ. 38. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക. ഏതൊക്കെയാണ് പ്രസ്താവനകൾ? വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലകൃഷ്ണ പണിക്കർ. VC ബാലകൃഷ്ണ പണിക്കരെ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയായിരുന്നു മലയാള വിലാസം. അതിനകത്ത് ശരിയായിട്ടുള്ളത് പ്രസ്താവന എ ആണ്. എ ശരിയാണ്. ഓപ്ഷൻ എ ആണ്. പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. അപ്പോൾ ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. 39. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1938 ആലപ്പി വിൻസെൻ്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന എയും ബിയും ശരിയല്ല. അപ്പോൾ രണ്ടും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ 40. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. 41. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവനകൾ: മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനായിരുന്നു. 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രമായിരുന്നു കേരള കേസരി. ആൻസർ ഓപ്ഷൻ എ ആണ്. എന്താ പറയുന്നത്? പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. 42. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രസ്താവന: കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണർമാർക്കിടയിൽ സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമാക്കി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908 തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. 43. ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ. ആൻസർ ഓപ്ഷൻ സി, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. 44. കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ, സ്റ്റാറ്റിക് വെബ് പേജ്. 45. എക്സൽ 2010 കണക്ക് കൂട്ടലുകൾ നടത്തുമ്പോൾ സെൽ റെഫറൻസ് തെറ്റായി കൊടുക്കുന്നത് മൂലം കാണിക്കുന്ന സന്ദേശം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി, #null infinity. 46. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏത്?
ആൻസർ ഓപ്ഷൻ സി മലപ്പുറം. 47 ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏത്? ആൻസർ ഓപ്ഷൻ സി ടെക്നോ പാർക്ക് തിരുവനന്തപുരം. 48 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെട്ടത് ഏത്? അധികാരങ്ങളിൽ പെട്ടതാണ്. ആൻസർ ഓപ്ഷൻ എ വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കുന്നതിനുമുള്ള അധികാരം. 49 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ സി ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം. 50 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? അപ്പോൾ ശരിയല്ലാത്തതാണ് നമുക്ക് നോക്കേണ്ടത്. എന്താണ്? ആൻസർ ഓപ്ഷൻ സി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകാം. 51 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആരെങ്കിലും ലൈംഗിക ഉദ്ദേശത്തോടെ ഒരു കുട്ടിയെ തന്റെ ശരീരമോ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമോ ആ വ്യക്തിക്കോ മറ്റേതെങ്കിലും വ്യക്തിക്കോ കാണാൻ കഴിയുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. 52 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതോ ആയ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ധനാശ്വാസ ഉത്തരവ്. 53 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2005 ഇന്ത്യയിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞത് എല്ലാം. ഏതൊക്കെയാണ്? കങ്കാർ വാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത് യോഗിനി ക്ഷേത്രങ്ങൾ. 54 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. 55 -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ്, അറിഞ്ഞാത്ത നമ്പർ ആയതുകൊണ്ട് എക്സ് എന്നിട്ടു, കുറച്ചാലാണ് -14 കിട്ടുക. അപ്പം നമുക്ക് സംഖ്യകളെല്ലാം ഒരിടത്താക്കാം. -14 ഇപ്പുറത്തോട്ട് വരുത്താം. ഇപ്പുറത്ത് വരുമ്പോൾ +14 ആയി. ഈ -x ഈ ഈസിക്കൽ ടുവിൻ്റെ അപ്പുറത്ത് വരുത്താം. അപ്പം ഈ നെഗറ്റീവ് അങ്ങ് പോയിട്ട് പോസിറ്റീവ് x ആയി. -5 + 14 എന്ന് വന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ രണ്ട് ചിഹ്നങ്ങളായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക. 14 ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 9 എന്ന് കിട്ടും. അപ്പോൾ x എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എത്ര കിട്ടും? 9. ആൻസർ ഓപ്ഷൻ എ 9. 56 താഴെ തന്നിരിക്കുന്നവയിൽ വലുതേത്? അപ്പോൾ ഇതിനകത്ത് 48ൻ്റെ 4 ൽ 3 അങ്ങനെ കൊടുത്തിരിക്കുക. അപ്പോൾ ഇൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ ഗുണന ചിഹ്നമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് നോക്കാം ഓരോന്നും. ഒന്നാമത്തെ എന്താണ്? 48ൻ്റെ 4 ൽ 3. 48ൻ്റെ 4 ൽ 3 കിട്ടുക 12 കിട്ടും. 12 × 3 36 അല്ലേ? ഇനി അടുത്തത് 60ൻ്റെ 5 ൽ 4 12. 12 × 4 എന്ന് പറയുന്നത് 48. ഇനി 48ൻ്റെ
4 ഇത് വെട്ടുക, 16 കിട്ടും. 16 ഗുണം 4 64 എന്ന് കിട്ടി. ഇനി 60ൻ്റെ 4/5 വെട്ടുക, 15 കിട്ടി. 15 ഗുണം 5 75. അപ്പോൾ വലുത് ഏതാണ്? 75 വലുത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 57. ഒരു പെൻസിലിൻ്റെ വില 4.54 ആയാൽ അതുപോലെയുള്ള 30 പെൻസിലുകളുടെ വില എന്ത്? അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു പെൻസിലിന് എത്ര രൂപയാണ്? 4.54 ആണ്. അങ്ങനെ ആയാൽ 30 പെൻസിലിൻ്റെ വില എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എന്താ ചെയ്യണം? 30 ഗുണം 4.54. ഇവിടെ ചെയ്ത് നോക്കാം. 4.54 ഗുണം 3 2 6 ഇങ്ങനെ കിട്ടും. 2 സ്ഥാനം ഇവിടെ ഒരു 0 കൂടെ വരുന്നു. 1 2 സ്ഥാനം മാറ്റി കുത്തിടുക. 136.20. ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 136.20. 58. റീഡ് എന്നാൽ $4.6%, പെയ്ഡ് എന്നാൽ $5.6 ആയാൽ റൈപ്പ് എന്നാൽ എന്താണ്? ഇപ്പോൾ ഇവിടെ ഓരോന്ന് നമുക്ക് എഴുതി നോക്കാം. റീഡ് എന്ന് പറയുന്നത് എന്താണ്? $4.6. അപ്പോൾ ഓരോന്നിൻ്റെയും അടിയിൽ ഓരോ സംഖ്യയും എഴുതുക. പിന്നീട് പെയ്ഡാണ്. പിയുടെ താഴെ വരുന്നത് ഡോളറാണ്. എയുടെ താഴെ വരുന്ന ശതമാനമാണ്. ഐയുടെ താഴെ 5 വരുന്നത്. ഡിയുടെ താഴെ 6. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റൈപ്പാണ്. 6ൻ്റെ താഴെ എന്തുവാ വന്നത്? ഹാഷ് അല്ലേ? ഐയുടെ താഴെ വന്നത് 5, പിയുടെ താഴെ വന്നത് ഡോളർ, ഇയുടെ താഴെ വന്നത് 4. അപ്പം ഹാഷ് 5 ഡോളർ 4. അപ്പം ഏതാണ് അതിൻ്റെ ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ? 59. ഓറിയൽ റൂം ടെൻഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ജനൽ എന്നൊക്കെയാണ് ഓറിയലിൻ്റെ അർത്ഥം. അപ്പോൾ അത് റൂമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ടെൻഡൻ എന്തുമായിട്ടായിരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നത്? മസിൽസ് അല്ലേ? മസിൽസ്. ഓപ്ഷൻ സി മസിൽസ്. 60. അരുൺ തൻ്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 9:15 PM ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ ഏത്? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇവിടെ ഒരു ക്ലോക്ക് വരയ്ക്കുക. ക്ലോക്ക് 12 6 3 9 ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ദിശ അടയാളപ്പെടുത്തി നോക്കാം. ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ദിശ. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അപ്പം ഇത് അവിടെ ആണല്ലോ മണിക്കൂർ സൂചി ഇരിക്കുന്നത്. ഇത് മിനിറ്റ് സൂചിയാണ്. ഇതാണ് 6 മണി. അപ്പോൾ ഇതിനെ വടക്ക് ദിശയിലേക്ക്, ഇതിപ്പോൾ ഇരിക്കുന്നത് തെക്ക് ദിശയിലേക്കാണ്. ഇതിനെ ഒന്ന് കറക്കി വെച്ചു. കറക്കി 6 അങ്ങ് മേളിൽ പോയി. 6 മേളിൽ പോയി. ഇങ്ങോട്ട് കറക്കിയപ്പോഴത്തേക്ക് 9 ഇവിടെ വന്നു. ഇവിടെ 12 ഇവിടെ 9 വന്നു. ഇവിടെ 3 അപ്പം ഇങ്ങനെ വെച്ചു, സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ 9:15 PM ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ എന്ത്? 9:15 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി ഇവിടെ വരും 9ൻ്റെ നേർക്ക്. മിനിറ്റ് സൂചി 3ൻ്റെ നേർക്കാണ് വരുന്നത്. അപ്പോൾ 3ൻ്റെ നേർക്ക് ഏത് ദിശയാണ് വരുന്നത്? വെസ്റ്റ്, പടിഞ്ഞാറ് ദിശ. അപ്പോൾ മിനിറ്റ് സൂചി ഏത് ദിശയിലാണ് നിൽക്കുന്നത്? പടിഞ്ഞാറ്. ആൻസർ ഓപ്ഷൻ എ പടിഞ്ഞാറ്. 61. പ്ലസ് എന്നാൽ ഭാഗമാണ്. ഭാഗവും മൈനസ് എന്നാൽ ഇൻറ്റുവും ഇൻറ്റു എന്നാൽ പ്ലസ്സുമായാൽ
100 പ്ലസ് 10 മൈനസ് 20 ഇൻറ്റു 2 എത്രയാണ്? അപ്പോൾ ഇവിടെ നിന്ന് എഴുതി നോക്കാം നമുക്ക്. പ്ലസ് എന്ന് പറയുന്നത് ഭാഗമാണ്, മൈനസ് എന്ന് പറയുന്നത് ഗുണനമാണ്, ഗുണനം എന്ന് പറയുന്നത് കൂട്ടുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ 100 അധികം 10 മൈനസ് 20 ഗുണം 2 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? ഭാഗമാണ് വരുന്നത് അല്ലേ, 10. മൈനസ് എന്ന് പറഞ്ഞാൽ ഗുണനമാണ് വരുന്നത്, 20. ഗുണനമെന്ന് പറഞ്ഞാൽ കൂട്ടുകയാണ് വരുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ് അല്ലേ, 100 ഭാഗം 10 എത്ര കിട്ടും? 10 കിട്ടും. അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഗുണനമാണ്, ഗുണം 20 എത്രയാണ്? 200 കിട്ടും. അധികം 2 202. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 202 ഓപ്ഷൻ ബി. 62 ഒറ്റയാനെ കണ്ടെത്തുക. അപ്പോൾ അതിനകത്ത് ഒറ്റയാനായിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ അത് 7ൻ്റെ ഒരു ക്യൂബാണ് 343 എന്ന് പറയുന്നത്. ബാക്കിയൊന്നും അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി 63 5, 10, 15, 20, 25 എന്നീ സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിപ്പോൾ 5 കൂടി വരുവാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടെ രണ്ട് ഡോട്ട് പോയാൽ നടുക്ക് കിടക്കുന്നതായിരിക്കും ശരാശരി. അപ്പോൾ ഏതാണ്? 15. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 15. 64 2n+5 1024 ആയാൽ എക്സിൻ്റെ വില. അപ്പോൾ ഇവിടെ അങ്ങോട്ട് എഴുതാം നമുക്ക്. 2n+5 എന്ന് പറയുന്നത് 1024 ആയാൽ ഒരു എന്നിന് പകരം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സിൻ്റെ വില എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്നിൻ്റെ വില എന്നാണ് ക്വസ്റ്റ്യനിൽ വരേണ്ടത്, പകരം എക്സിൻ്റെ വില എന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കുന്നത്? 2n+5 എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2 കൊണ്ട് ഘടകക്രിയ ചെയ്ത് നോക്കാം. 1024 ഘടകക്രിയ ചെയ്യാം 2ൻ്റെ വെച്ച് അല്ലേ. അപ്പോൾ ആൻസർ കിട്ടും 512 കിട്ടും. 2 256, 2 128, വീണ്ടും 2 കൊണ്ട് 64, 32, 16, 8, 4, 2. അപ്പോൾ ഇനി ചെയ്യാനൊക്കത്തില്ലല്ലോ. അപ്പോൾ എത്രയും കിട്ടി? അപ്പോൾ എത്ര 2 ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം 2/10 എന്ന് പറയുന്നതാണ് 1024 എന്ന് പറയുന്നത്. 2/10 എന്ന് പറയുന്നതാണ് എന്ത്? 1024. അപ്പോൾ നമ്മളിവിടെ ഘടകക്രിയ ചെയ്തപ്പം കിട്ടിയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ n അധികം ഇവിടെ 5 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തുമായിരിക്കും വരുന്നത്? 2/5 അധികം 5 അതിൽ 10 എന്ന് പറയുന്നത് 1024. അപ്പോൾ എന്താ വരുന്നത് എന്നിൻ്റെ സ്ഥാനത്ത്? എക്സിൻ്റെ വില. അപ്പോൾ ഇവിടെ എന്നിന് വരെ എക്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വില എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ എ 5. 65 ചൂസ് ദ കറക്റ്റ് ആൻസർ. ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവറി സൺഡേ ഡാഷ് ദേ. ആൻസർ ഓപ്ഷൻ ബി ഡോണ്ട്. 66 മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് റീഡിംഗ് സയൻസ് ഫിക്ഷൻസ്. ആൻസർ ഓപ്ഷൻ ഡി ഇൻ. 67 I have been living in this house dash the last 10 years. Answer option C 4. 68 if you study well you dash pass the examination. Answer option A will. 69 one of the boys dash absent today. Answer option D is. 70 I dash Mumbai last year. Answer option B visited. 71 I dash my new dress on my birthday. Answer option D put on. Put on ന്റെ അർത്ഥം എന്താണ്? വിയർ അഥവാ ധരിക്കുക.
72. The antonym for amateur is. ആൻസർ ഓപ്ഷൻ എ പ്രൊഫഷണൽ. 73. He has been elected to the dash. ആൻസർ ഓപ്ഷൻ ബി കൗൺസിൽ. ഇപ്പോൾ ഈ കൗൺസിലാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 74. The synonym for amiable is. ആൻസർ ഓപ്ഷൻ ഡി ഫ്രണ്ട്ലി. 75. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി അതിഥി. 76. ഭൂമിയുടെ പര്യായപദം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ജനനി. 77. അങ്കുശം എന്നതിൻ്റെ വിപരീത പദം ഏത്? ആൻസർ ഓപ്ഷൻ ബി നിരങ്കുശം. 78. കൺ അധികം നീർ ചേർത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി കണ്ണീർ. 79. ശരിയായ വാക്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി മുതിർന്നവരെ നാം ബഹുമാനിക്കണം. 80. പ്രത്യുപകാരം പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ സി പ്രതി അധികം ഉപകാരം. 81. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. താഴെ കൊടുത്തവയിൽ സമാനമായ പരിഭാഷ ഏത്? ആൻസർ ഓപ്ഷൻ ഡി 10 ഗുണം 10 ഗുണം. 82. ഈ പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? കവി. ആൻസർ ഓപ്ഷൻ സി കവയിത്രി. 83. താഴെ കൊടുത്തവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏത്? ആൻസർ ഓപ്ഷൻ സി ആൺകുട്ടികൾ. 84. അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി ജിജ്ഞാസ. 85. ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ഫ്രാൻസ്. 86. തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം? ആൻസർ ഓപ്ഷൻ സി സെർബിയ. 87. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. 88. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യൻ നാഷണൽ ആർമി, റാഷ് ബിഹാരി ബോസ്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യസെൻ, സ്വരാജ് പാർട്ടി, സിആർ ദാസ്, ഗദാർ പാർട്ടി, ലാല ഹർദയാൽ. ഇതാണ് കറക്റ്റ്. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ കുമുദിനി രജനികാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? ആൻസർ ഓപ്ഷൻ ബി നൃത്തം. 90. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദിലെ സത്യാഗ്രഹം. തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരമായിരുന്നു ഗാന്ധിജി നടത്തിയ ഖേഡ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇതിനകത്ത് ശരിയായവ ഏതൊക്കെയാണ്? ഡി 1, 4 എന്നിവ മാത്രം ശരിയാണ്. 1ഉം 4ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ 91. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം? ആൻസർ ഓപ്ഷൻ സി നീലഗിരി. 92. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു? ആൻസർ ഓപ്ഷൻ എ തുഷാരം. 93. ദേശീയ ജലപാത 3 NW3 ഏത് മുതൽ ഏത് വരെയാണ് ബന്ധിപ്പിക്കുന്നത്? ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഓപ്ഷൻ ബി കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ. 94. താഴെ കൊടുത്തവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി 1, 3. ഏതൊക്കെയാണ്? ചുണ്ണാമ്പുകല്ലും കൽക്കരിയും. 95. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം? ആൻസർ ഓപ്ഷൻ ഡി സ്ട്രാറ്റസ്. 96. അനസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ ബി രാജസ്ഥാൻ. 97. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ആൻസർ ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്.
98 ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. എന്തൊക്കെയാണ്? രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. 99 വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ, 9ാം പഞ്ചവത്സര പദ്ധതി. 100 ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ സി, 1, 3 എന്നിവ. ഏതൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക, ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.